നമസ്കാരം ഗൈസ്, നമ്മളിന്ന് പേപ്പർ കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബോണ്ട് പേപ്പർ വേണം. ടോട്ടലി ഞാൻ 10 ബോണ്ട് പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബോണ്ട് പേപ്പർ എല്ലാം നമുക്ക് സമചതുരം സ്ക്വയർ എല്ലാ വശവും തുല്യമായിട്ടുള്ള സമചതുരമായിട്ട് മുറിക്കണം. അപ്പോൾ അതിനു വേണ്ടി ബോണ്ട് പേപ്പർ മുറിക്കാനാണ് കാണിക്കണം. എന്നിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ തന്നെ മടക്കുക. ഈ ബാക്കി വരുന്ന പീസ് നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു സമചതുരം കിട്ടും. അപ്പോൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ നോക്കി കട്ട് ചെയ്യണം കേട്ടോ. ഇത്തിരി കൂടിയും കുറഞ്ഞും പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ അടുത്തത് നേരെ പകുതിയാക്കി മടക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നേർപകുതിയായിട്ട് ഇങ്ങനെ മടക്കണം. കണ്ട, നിങ്ങൾക്ക് മടക്കിയ പാട് കാണാൻ പറ്റും. അതിന് ശേഷം ഇപ്പോൾ ചെയ്യണമാരെ തന്നെ മടക്കുക. നമ്മൾ ബോട്ടും വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ബോട്ടും പ്ലെയിനും ഉണ്ടാക്കാൻ വേണ്ടി മടക്കത്തില്ലേ, വഞ്ചിയല്ല കേട്ടോ, അതേമാതിരി തന്നെ മടക്കണം. അങ്ങനെ 4 സൈഡും ഇതുപോലെ മടക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് പിടിച്ചിട്ട് ഇതുമാതിരി തന്നെ ഇതുപോലെ മടക്കണം. അപ്പോൾ ആ വരയുടെ നേരെ തന്നെ മടക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറിന് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ നല്ല അമർത്തിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, കാരണം ഈ പാടുകൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മടക്കുമ്പോൾ തന്നെ പാടുകളില്ലേ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും മടക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പാടുകൾ വന്നേക്കണത്. അപ്പോൾ പാട് ഒന്നും കൂടി തെളിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി മടക്കണേണ്. നേരത്തെ മടക്കിയതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടോ. ഇപ്പോൾ പാട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് എടുത്തിട്ട് അത് നേരെ ഇതുപോലെ മടക്കുക. കണ്ട, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും തുറന്നിട്ട് മടക്കുക. ഇതാണ് ഇതിൽ ഇത്തിരി പ്രയാസമുള്ള ഭാഗം. ഇതാണ്, ഇത് സിമ്പിളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കണ്ട, ഇതിങ്ങനെ വലിച്ചിട്ട് നേരെ അത് ഒരു കോൺ പോലെ ആക്കുക. കണ്ട, ഇതുപോലെ ആക്കുക. ഇനി നേരെ അപ്പുറത്തെ സൈഡും സെയിം ഇതേമാതിരി തന്നെ ചെയ്യണം. ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ തുറന്നിട്ട് 2 സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ കൂർത്ത വശം ഉള്ളിലോട്ട് ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, ഇനി നേരെ ഇത് 2ആയിട്ട് മടക്കുക. അപ്പോൾ ഒരു സ്ക്വയർ വരെ വന്നു. അതിൽ എക്സസ് ആയിട്ട് വന്നേക്കണ ഇത് അപ്പുറത്തോട്ട് മടക്കി വെക്കുക. നിങ്ങൾക്ക് ആ പാട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് മടക്കാനുള്ളൂ. ഓക്കെ, കണ്ട, ഇതേമാതിരി ഞാനൊരു 10 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതുകൾ തമ്മിൽ, ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതാണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പോക്കറ്റ് മാതിരി കാണാൻ പറ്റും അപ്പുറവും. ഇനി വേറൊരു പീസ് എടുക്കുക. അത് 2 മൂലകളും കണ്ട കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈ പോക്കറ്റ് പോലെ കാണുന്ന അപ്പുറവും കാണുന്ന പോക്കറ്റ് പോലെ കാണുന്ന അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. അങ്ങനെ സിമ്പിളായിട്ട് കയറ്റാം. ഇതിലിപ്പോൾ വീഡിയോ ഇത്തിരി ക്ലിയർ അല്ലെങ്കിലും പേടിക്കണ്ട, നമ്മൾ അടുത്ത പാർട്ടിൽ ഇത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും. കണ്ടോ, ഈ പശ ഇടേണ്ട ആവശ്യമില്ല, എന്നാലും പശ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. അത് നേരെ മടക്കിയിട്ട് അവിടെ പശ ഒട്ടിച്ചു കൊടുക്കുക. ഉള്ളിലോട്ട് മടക്കണേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. ഇനി നമ്മൾ വേറൊരു പാർട്ടും കൂടി ജോയിൻ ചെയ്യുന്നതിന് ഓപ്പൺ ചെയ്യുക. പോക്കറ്റ് മാതിരി കാണുന്നതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഓക്കെ, ഇനി പശ ഒട്ടിക്കുക. പശ ഒട്ടിക്കണോണ്ട നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മടക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്, ഉള്ളിലായിട്ടാണ് പശ ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ട, ഇതിൻ്റെ ഉള്ളിലാണ് പശ ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഇപ്പുറത്തെ സൈഡും ഉള്ളിലായിട്ട് പശ ഒട്ടിച്ചിട്ട് കുറച്ച് പശ മതി. പശയുടെ ആവശ്യമില്ല, പശ ഇല്ലെങ്കിലും അത് നിന്നോളും. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ അങ്ങനെ 10ാമത്തെ പാർട്ടും ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി തമ്മിൽ ജോയിൻ ചെയ്യണം. ലാസ്റ്റ് ഇതാണ് കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഉള്ളിലോട്ട് മടക്കുക. കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് ഇവിടെ പശ ഒട്ടിച്ച് കൊടുക്കുക. 2 സൈഡിലും പശ ഒട്ടിച്ചാൽ മര്യാദക്ക് നിൽക്കണം. പശയുടെ ആവശ്യമില്ല ശരിക്കും. കണ്ടോ, ഇത് കൂടി വന്ന് ഞാനൊരു 15 മിനിറ്റ് മതി ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.